ചർച്ചയ്ക്ക് വിളിച്ച് അവരുടെ ഡിമാൻഡ് കൊടുത്താല് ആ ഡിമാൻഡ് 100% അംഗീകരിക്കില്ലല്ലോ. അത് ചർച്ച ചെയ്യണം. വരകളിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചിത്രകാരന്മാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലളിതകലാ അക്കാദമി മുൻ ചെയർമാനും പ്രശസ്ത ചിത്രകാരനും തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പളുമായ പ്രൊഫസർ കാട്ടൂർ നാരായണപിള്ളയുടെ നേതൃത്വത്തിലുള്ള ചിത്രകാരന്മാരുടെ സംഘമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ച ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. പ്രശസ്ത ചിത്രകാരൻ മാവേലിക്കര പാർത്ഥസാരഥിയും ചിത്രകാരന്മാരുടെ സംഘത്തിലുണ്ടായിരുന്നു. ആന്ധ്രയിലായാലും ശരി, നമ്മുടെ ഹരിയാനയിലായാലും ശരി, അപ്പൊ നമ്മുടെ സർക്കാർ പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണെന്ന്. അല്ല, ഇതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങള് സംസ്ഥാന ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണ്, അതിന്റെ വിഷയമാണ്. അപ്പൊ നിശ്ചയമായിട്ടും ഒന്നും വേണ്ട, ഒരു വിഷയവും വേണ്ട. ഇത്ര സഹോദരിമാര് സമരം ചെയ്യുന്ന 22 ദിവസം, ഇന്ന് 23 ഈ ആളുകളെ ഇവർ സമരം ചെയ്തവരെ അധിക്ഷേപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ വളരെ നീതികേടല്ലേ? അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇനിയെങ്കിലും ഈ സർക്കാരിന്റെ ഈഗോ മാറ്റി ഒരു ചെറിയ ചർച്ചയ്ക്ക് വളരെ കുറച്ച് മാത്രം വേതനം വാങ്ങിച്ചുകൊണ്ട് പകലന്തിയോളം വീടോറും കയറിയിറങ്ങി ഓരോ മനുഷ്യരുടെയും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ആയാലും പ്രസവത്തോട് അടുത്തിരിക്കുന്ന ആളുകളുടെ ആയാലും ആരോഗ്യ നിലയിൽ എല്ലാ പുരോഗതിയും വിലയിരുത്തിക്കൊണ്ടു പോകുന്ന നിങ്ങൾ വളരെ ചെറിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരപ്പന്തലിൽ 23 ദിവസം ഈ ഒരു ജനകീയ സർക്കാർ. നന്ദി, നമസ്കാരം. ഒരു സംഘടനയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാവർക്കർമാർക്ക് നമ്മുടെ സഹോദരിമാരുടെ ഒരു സമരം കേരളത്തിന്റെ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന സമരം വളരെ ആശങ്കയോടുകൂടിയാണ് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ, അനാവശ്യമായ ആനുകൂല്യങ്ങളൊന്നും അവരവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യമായിട്ടുള്ള ചെറിയ ആവശ്യങ്ങൾ മാത്രമാണ് അവർ ഉന്നയിച്ചത്. ആ സമരത്തെ കേരളത്തിലെ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമരത്തിൽ പോലും പിന്നോട്ടില്ലാതെ ഈ കേരളത്തിന്റെ തൊഴിലാളികളുടെ ആവശ്യം മാത്രം പറഞ്ഞ കേരളത്തിൽ പ്രബലമായ ഒരു സംഘടനയോടെ എല്ലാവിധ പിന്തുണയും എല്ലാ ദിവസങ്ങളും ഞങ്ങളും ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പിന്തുണ സംസ്ഥാന കമ്മിറ്റിയുടെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നൽകുന്നു. നന്ദി, നമസ്കാരം. വളരെ ഭരണകൂടം ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഒരേപോലെ പ്രവർത്തിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അല്ലാതെ ഭരണകക്ഷിയുടെ പ്രധാന കക്ഷി മാത്രമേ ഉള്ളൂ, കേരളത്തിൽ അവർക്ക് വേണ്ടി മാത്രമേ അവർ സഹായിക്കുകയുള്ളൂ, അവർക്ക് വേണ്ടിയേ ഭരിക്കുകയുള്ളൂ എന്നുള്ള ഒരു ധാരണ മാറ്റണം ദയവായി. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ഒരു അവസ്ഥ മുമ്പെങ്ങും കാണാത്തത്. ഒരു പ്രത്യേക കക്ഷിക്ക് മാത്രം വേണ്ടിയേ കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള നിർബന്ധം ഇന്ന് കേരളം മുഴുവൻ മനസ്സിലാക്കിയിരിക്കും. അപ്പം ഇത് കഴിയുന്നതിന് വേഗം അത് മനസ്സിലാക്കി അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി. എനിക്ക് തോന്നുന്ന ഈ ആശാവർക്കർമാരെല്ലാം വലിയ ഒരു സേവനമാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഭരണകൂടം ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഒരേപോലെ പ്രവർത്തിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അല്ലാതെ ഭരണകക്ഷിയുടെ പ്രധാന കക്ഷി മാത്രമേ ഉള്ളൂ, കേരളത്തിൽ അവർക്ക് വേണ്ടി മാത്രമേ അവർ സഹായിക്കുകയുള്ളൂ, അവർക്ക് വേണ്ടിയേ ഭരിക്കുകയുള്ളൂ എന്നുള്ള ഒരു ധാരണ മാറ്റണം ദയവായി. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ഒരു അവസ്ഥ മുമ്പെങ്ങും കാണാത്തത്. ഒരു പ്രത്യേക കക്ഷിക്ക് മാത്രം വേണ്ടിയേ കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള നിർബന്ധം ഇന്ന് കേരളം മുഴുവൻ മനസ്സിലാക്കിയിരിക്കും. അപ്പം ഇത് കഴിയുന്നതിന് വേഗം അത് മനസ്സിലാക്കി അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി. എനിക്ക് തോന്നുന്ന ഈ ആശാവർക്കർമാരെല്ലാം വലിയ ഒരു
സേവനമാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കണം.